الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ, ജഗന്നിയന്താവായ, പരമദയാലുവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. സൂറത്ത് ഹജ്ജിലെ ഒരു വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. വമൻ യർഗബ് അൻ മില്ലത ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്ത് ഇഷ്ടപ്പെടാത്തവൻ ആരാണ്? സ്വന്തം നഫ്സിനോട് വിഡ്ഢിത്തം മൂഢമാക്കിയവനല്ലാതെ മറ്റാരുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ. ദുനിയാവിൽ നാം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു, ശ്രേഷ്ഠനാക്കി. വഇന്നഹു ഫിൽ ആഖിറതി. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ലമിനസ് സാലിഹീൻ, നല്ല ആളുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗത്തെ ഇഷ്ടപ്പെടാത്തവൻ, ആ മാർഗത്തോട് വിമുഖത കാണിക്കുന്നവൻ സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുകയാണ്. നോക്കൂ, ആരാണ് ഇവിടെ സ്വന്തം നഫ്സിനെ വിഡ്ഢിത്തത്തിലേക്ക് അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത ജീവിതത്തിലേക്ക് മാറ്റിയത് ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗത്തെ ഇഷ്ടപ്പെടാത്തവൻ. എന്താ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗം എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഈ ഭൂമുഖത്തേക്ക് പ്രവാചകനായി നിയമിച്ചു. ഒരുപാട് അമ്പിയാക്കൾക്ക് ജന്മം കൊടുത്ത ആ അമ്പിയാക്കളുടെ പരമ്പരയുടെ തുടക്കം വരുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ. അവരൊക്കെ നിർവഹിച്ചത്
ഏകനായ പടച്ച തമ്പുരാനെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഓർക്കുന്ന സന്ദർഭം നമ്മളിപ്പോ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ഏറെക്കുറെ മുക്കാൽ ഭാഗത്തെ ചരിത്രവും പ്രബോധന മേഖലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, ഈ മൂഢമാക്കിയ ആളുകൾക്കല്ലാത്ത ആളുകൾക്കൊക്കെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഉത്തമമായ മാതൃകയുണ്ട്. വഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിമ വല്ലദീന മഅഹു ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാഉം മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. ഓക്കേ, ആ ആയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറയുന്ന ആയത്തിൽ, ആ ആയത്തിലും വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ ദൗത്യത്തിന്റെ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബത്തിൽ നല്ല മാതൃകയുണ്ട്. അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകളിലും ഇത് ഖാലൂ, അവര് പറഞ്ഞെന്താ? ഇന്നാ ബുറാഉം മിൻകും, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒഴിവാണ്. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ്. ഓക്കെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കുടുംബത്തിൽ മാതൃകയുണ്ട് എന്ന് പറയുന്ന ആയത്തിൽ വരെ വിശ്വാസ രംഗത്തെ സൂക്ഷ്മതയെയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരികളെ, ആ വിശ്വാസ രംഗം തകർന്നു പോയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ബാത്തിലായി. അതുകൊണ്ടാണല്ലോ ഇത്ര പ്രാധാന്യത്തോടു കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളും ഉണ്ടാവില്ലേ, അതൊന്നും വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കല്യാണത്തെ സംബന്ധിച്ച്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ, അതിനെ പറഞ്ഞ് വിശദീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ജോലിയെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടില്ല. അതൊക്കെ ദുനിയാവിൽ ഉണ്ടാകുന്നതാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താ? നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവല്ലാത്ത മറ്റൊരാളിലേക്ക് നമ്മുടെ പ്രാർത്ഥന, അർത്ഥന, സഹായം, തേട്ടം ഇത് മാറിപ്പോയാൽ ബാക്കിയൊക്കെ ബാത്തിലായി. അതുകൊണ്ട് അക്കാര്യം നീ ജനങ്ങളെ ഉണർത്തണം, അതാണ് നിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞയച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ചരിത്രം ഇഷ്ടം പോലെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വിശ്വാസ രംഗത്ത് പാളിച്ച സംഭവിച്ചാൽ മുഴുവൻ കാര്യങ്ങളും തകർന്നു പോകും എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും ആ കാര്യത്തെ ഉണർത്തിയതായി കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓക്കേ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹു പറയാണ്, നിനക്കും നിനക്ക് മുമ്പുള്ള ആളുകൾക്കും നാം വഹി കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തത്? ലഇൻ അശ്റക്ത, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, നീ ചെയ്തിട്ടുള്ള എല്ലാ നല്ല പ്രവർത്തനങ്ങളും പൊളിഞ്ഞു. എപ്പോ? ശിർക്ക് ചെയ്താൽ. മാത്രമല്ല, പ്രവർത്തനം പൊളിഞ്ഞു പോകുന്നു മാത്രമല്ല, വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അകപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഏറ്റവും അടുത്ത കുടുംബങ്ങളോടും ഈ കാര്യം പറയാൻ കാരണം, ഈ വിശ്വാസരംഗം ശരിയായില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് വലിയ കമ്പനിയില്ല. ഇന്ന ഇത് ഖാലൂലി ഖൗമിഹിം ഇന്നാ ബുറാഉം മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ് വഖഫർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളുമായി വിയോജിക്കുന്ന രംഗം ഇത് മാത്രമാണ് എന്ന് ആ ആയത്തിൽ പറയാൻ, അത്രമേൽ ശക്തമായി പറയാൻ കാരണം ആ രംഗം വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, ഉൾക്കൊള്ളേണ്ടതാണ്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ആരംഭിച്ചു. ആലോചിക്കി, ഇതിന്റെ ഗൗരവം നോക്കി. സ്വന്തം വീട്ടിലുള്ള ആള് ഈ വിശ്വാസ രംഗത്തേക്ക് വന്നിട്ടില്ല എങ്കിൽ അത് എന്റെ ജീവിതത്തിലെ വലിയ ഒരു പരാജയമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് പുറത്ത് പറയുന്നതിന് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പയോട് പറഞ്ഞു, വാപ്പ ആരാ? ആസർ ആരാ? വിഗ്രഹങ്ങൾ ഉണ്ടാക്കി
ആ വിഗ്രഹങ്ങളെ വിളിക്കുകയും ആ വീട്ടിൽ വിഗ്രഹാരാധനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു വീടാണ്. ബാപ്പയോട് പറഞ്ഞു, ഇത് ഖാലലി അബീഹി വഖൗമിഹി മാ ഹാദിഹി തമാസീലു ലത്തി അൻതും ലഹാ ആഖിഫൂൻ. നിങ്ങൾ ഈ ഭജനമിരിക്കുന്ന ഈ തിംസാലികളിലെ ഈ ബിംബങ്ങളില്ലേ, ആ ബിംബങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യാം? എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുമോ എന്ന് വാപ്പയോടും സമൂഹത്തോടും ചോദിച്ചു. അവർ പറഞ്ഞെന്താ? ഖാലൂ വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ. അത് കിട്ടുമോ കിട്ടൂല എന്ന് ചോദിക്കണ്ട. ഞങ്ങളെ വാപ്പയും വാപ്പക്കാരണവന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നതാ കണ്ടത്, അതുകൊണ്ട് ഞങ്ങളും അതിനെ ആരാധിക്കുന്നു. ആബിദീൻ, ഞങ്ങളും അതിനെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു പോകുക മാത്രല്ല, കാരണം ഇതിന്റെ ഗൗരവം അത്രാണ്. കാരണം ഈ ബിംബങ്ങളുടെ മുമ്പിൽ, ഈ കല്ലിന്റെ മുമ്പിൽ, ഈ മരത്തിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ പുണ്യം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു ബിൽഡിംഗ്, മരം, കല്ല്, മക്ബറ, ജാറം തുടങ്ങി എന്തിന്റെ മുമ്പിലേക്കാണോ മനുഷ്യർ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടാൻ വേണ്ടി അവര് തേടുന്നത്, പ്രാർത്ഥിക്കുന്നത്, നേർച്ച വഴിപാടുകൾ നടത്തുന്നത്, അതൊക്കെ അബദ്ധാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പയോട്, കുടുംബത്തോട്, നാട്ടുകാരോട് പറയണം. ഗൗരവമുള്ള അത്ര വലിയ ഗൗരവമാണ്. കാരണം അത് പാളിപ്പോയാൽ ഹജ്ജ് ചെയ്തത് കൊണ്ട് കാര്യമില്ല, നോമ്പനുഷ്ഠിച്ചത് കൊണ്ട് കാര്യമില്ല, സകാത്ത് കൊടുത്തത് കൊണ്ട് കാര്യമില്ല, നമ്മൾ ചെയ്ത ഒരു നല്ല കർമ്മങ്ങളും പടച്ച തമ്പുരാൻ രേഖപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ് അത്ര ഗൗരവത്തിന് വാപ്പയോടും കുടുംബത്തോടും സമൂഹത്തോടും എന്താ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം വാപ്പയോട് നല്ല രൂപത്തിൽ പറഞ്ഞു, സമൂഹത്തോട് ഓർക്കൊന്ന് ബുദ്ധിപരമായി ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത സംഭവം നമുക്കൊക്കെ അറിയാം. അവരുടെ വിഗ്രഹങ്ങളുടെ ആലയത്തിൽ കയറി ഫജഅൽനാഹും ജുദാദൻ ഇല്ലാ കബീറൻ ലഹും ലഅല്ലഹും ഇലൈഹി യർജിഊൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയെങ്കിലും ഈ പ്രവൃത്തി ചെയ്തതിന്റെ കാരണത്താൽ അവരൊന്ന് ചിന്തിച്ച് മടങ്ങിയാലോ എന്ന് വിചാരിച്ച് എല്ലാ വിഗ്രഹങ്ങളെയും തച്ചടച്ചു. ഇല്ലാ കബീറൻ ലഹും, അതിന് വലിയ ആളെ മാത്രം ഒഴിവാക്കി. എന്തിന്? ഓലിതിങ്ങനെ മനസ്സിലാക്കി തിരിച്ചു വരാൻ പറ്റും. പക്ഷെ ഖാലൂ, അവര് മൻ ഫഅല ഹാദാ ബി ആലിഹത്തിനാ, നോക്കി, ഈ വിഗ്രഹങ്ങൾ ആലിഹത്തുകളാണ്, ഞങ്ങളുടെ ഇലാഹികളാണ്. മൻ ഫഅല ഹാദാ, ആരത് ചെയ്തത്? ഞങ്ങളുടെ ഇലാഹികളെ തച്ചുടച്ചതാരാ? ഇന്നഹു ലമിനൽ ളാലിമീൻ, അവൻ വലിയ അക്രമിയാണ്. ഖാലൂ, അവർ ചില ആളുകൾ പറഞ്ഞു, സമിഅനാ, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഫതൻ, ഒരു യുവാവിനെ പറ്റി, യദ്കുറുഹും, അദ്ദേഹത്തെ പറ്റി പറയുന്നത്, യുഖാലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് പേരുള്ള ഒരു യുവാവ് ഈ നാട്ടിലുണ്ട്. ഖാലൂ, അവർ പറഞ്ഞു, ഫഅതൂ ബിഹി, അവനെ കൊണ്ടുവരി, അലാ അഅ്യുനിൻ നാസി, ജനങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ, ലഅല്ലഹും യശ്ഹദൂൻ, നമുക്ക് അവനൊന്ന് വിസ്തരിച്ചുകൊണ്ട് നമുക്കിതിന് സാക്ഷികളാവാലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഖാലൂ, അവർ ചോദിച്ചു, അഅൻത ഫഅൽത ഹാദാ ബിആലിഹത്തിനാ യാ ഇബ്രാഹിം, ഇബ്രാഹിം നീയാണോ ഈ പണി ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഖാല ബൽ ഫഅലഹു കബീറുഹും ഹാദാ ഫസ്അലൂഹു ഇൻ കാനൂ യൻതിഖൂൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ആൾക്കാരുടെ മുമ്പിൽ, എല്ലാവരും അഅ്യുനിന്നാസിന, ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ അവരാ പറഞ്ഞത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. ചോദിച്ചു, അഅൻത ഫഅൽത ഹാദാ, ഇത് ചെയ്തത് നീയാണോ? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാല ബൽ, നിങ്ങൾ ബൽ ഫഅലഹു, ഇത് ചിലപ്പോ ചെയ്തത് കബീറുഹും, ഇതാ ഈ വലിയ ആളാണ് ഇത് ചെയ്തത്. ഫസ്അലൂഹും, നിങ്ങൾ അതിനോട് ചോദിച്ചു നോക്കി. ഇൻ കാനൂ യൻതിഖൂൻ, അത് സംസാരിക്കുന്നുവെങ്കിൽ, സംസാരിക്കുന്ന ഒരു വിഗ്രഹമാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബേജാറാകുന്നത്? ആ വിഗ്രഹത്തിന്റെ അടുത്തുള്ള മറ്റു വിഗ്രഹങ്ങളൊക്കെ തച്ചുടഞ്ഞ സന്ദർഭത്തിൽ ഇദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ, ഇത് സംസാരിക്കുമെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കി എന്ന് പറഞ്ഞപ്പോ അവരെന്താ, ഫറജഊ ഇലാ അൻഫുസിഹിം, അവരെല്ലാവരും അവരുടെ നഫ്സിലേക്ക് തന്നെ മടങ്ങി. അതിനർത്ഥം എന്താ? ഒന്നും മിണ്ടാനില്ല. ഫഖാലൂ, എന്നിട്ട്
തോറ്റെന്ന് കണ്ടപ്പോ അങ്ങനെയാണ് തോറ്റാപ്പിനുണ്ടാകില്ല വിളിച്ചു പറയില്ല. പറഞ്ഞു ഇന്നക്കും അൻതും ളാലിമൂൻ, ഇജ്ജ് അക്രമിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് സുമ്മനുകിസു അലാ റൂസിഹിം, അവരുടെ തലകളൊക്കെ അവർ താഴ്ത്തി. ലഖദ് അലിംത മാ ഹുലാഹി യന്തിഖൂൻ, അവർക്ക് ബോധ്യായി ഈ സാധനം സംസാരിക്കൂല. നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വേവലാദികളും ആവലാദികളും കഷ്ടപ്പാടുകളും നിങ്ങൾ പറയുന്ന ഈ വിഗ്രഹങ്ങളില്ലേ, അത് ഒന്ന് സ്വയം സംസാരിക്കാൻ കഴിയാത്ത വസ്തുക്കളാണ് എന്നെങ്കിലും നിങ്ങൾക്ക് ബോധ്യമായല്ലോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരോട് ചെയ്ത് ഈ പ്രവൃത്തി നോക്കി. എന്തിനാണ് പ്രിയപ്പെട്ടവര് ഇങ്ങനെ അന്ധമായി കല്ലിനെയും മരത്തെയും മക്ബറകളെയും ജാറങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ? അവർ അന്ധമായി പോവാണ്. ഒരു നിലക്കും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു പോവുകയാണ്. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ഉണ്ടാക്കാൻ അതുകൊണ്ട് സാധ്യമല്ല എന്നതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബക്കാരെയും നാട്ടുകാരെയും ബന്ധുക്കളെയും അത് അറിയിച്ചത്. അതുകൊണ്ട് നമ്മളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നിർത്താനായില്ല. ബാക്കിയുള്ള എല്ലാ രംഗത്തും ആളുകൾ നമ്മൾ പറഞ്ഞത് കേൾക്കുകയും അതിനെ ഏറ്റവും മുൻപന്തിൽ പോവുകയും ചെയ്തു. അൽഹംദുലില്ലാ, അത് വേണം. ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അതിനെ ഏറ്റവും നന്നാക്കി കൊണ്ടുപോകുന്നുവെങ്കിൽ പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് അതിന്റെ കൂലിയുണ്ട്. അതിന് പിന്നാലെ വരുന്ന ആളുകൾ നന്നാക്കിയാൽ അതിന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ ആശുപത്രികൾ ഉണ്ടാക്കുന്ന രംഗത്ത്, അതുപോലെ മനുഷ്യോപകാരപ്രദമായ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ കശജറ, ഒരു മരം പോലെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ആള് അവന്റെ വിശ്വാസം അടിവേരുറച്ച് അവന്റെ ചില്ലകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ചു നിൽക്കണം. ആളുകൾക്ക് ഉപകാരമുള്ള ആളായിക്കണം. ശരിയാണ്. പക്ഷെ വിശ്വാസരംഗം ഇപ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ അബദ്ധജടിലമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ മിണ്ടാതിരിക്കല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗം പഠിക്കുകയും ഓർക്കുകയും ഹജ്ജിനു വേണ്ടി യാത്രക്ക് അയക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം, ഏത് ഹജ്ജിന് പോണ മനുഷ്യൻ ഇന്നലെ പോകേണ്ട ഒരാള് കഴിഞ്ഞ ഒരു മാസം ചെയ്തതെന്താ? വിവിധങ്ങളായ ദർഗകളിലൂടെ സഞ്ചരിക്കാൻ. എന്തിന്? ഹജ്ജ് എന്ന് പറയുന്ന യാത്ര ഒരു ബുദ്ധിമുട്ടില്ലാതെ രക്ഷപ്പെടണം. അതിനെന്താ ചെയ്തത്? വിവിധങ്ങളായ ദർഗകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവിടേക്ക് എന്ത് ചെയ്യാണ്? നേർച്ച നേരാണ്. എന്തിന്? എന്റെ ഹജ്ജിന്റെ യാത്ര ഏറ്റവും നല്ല എളുപ്പാക്കി തീർക്കണം. ആരാ കാക്കേണ്ടത്? ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ. ഇദ്ദേഹം ഇവിടുന്ന് പോയി അവിടെ മക്കത്തെത്തി ഹജ്ജ് നിർവഹിച്ച് മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത് തിരിച്ച് നാട്ടിൽ വരാൻ ആരെ കാവൽ വേണം? ഈ മക്കബറയിൽ കിടക്കുന്ന ഷെയ്ഖിന്റെ കാവൽ വേണം എന്ന് വിചാരിച്ചുകൊണ്ട് ആ മക്കബറയിലൂടെ കറങ്ങി വന്നിട്ട് ഇന്നലെ യാത്ര തിരിക്കുകയാണ്. നോക്കി, അങ്ങനത്തെ ഒരു മനുഷ്യൻ നമ്മുടെ കുടുംബത്തിന്റെ പറയണ്ടേ? ആ യാത്രകളൊക്കെ ബാത്തിലാണ്. ഇനി അതാണ് മനസ്സിൽ കരുതി യാത്ര ചെയ്യുന്ന ഹജ്ജെങ്കിലോ ആ ഹജ്ജും ബാത്തിലാണ്. കാരണം ഇതല്ല യഥാർത്ഥ വിശ്വാസം എന്ന് ബോധ്യപ്പെടുത്തുന്നത് ആ ഹജ്ജ്. ഹജ്ജിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നത് പടച്ചോനോടാ. അവിടെ കഅബയിൽ നിന്ന് കഅബയെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നില്ല. മഖാം ഇബ്രാഹിമുണ്ട്, ഇബ്രാഹിമുണ്ട്. ആ മഖാം ഇബ്രാഹിമിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബിയുടെ വസീലത്ത് കൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല. അവിടെ പ്രവാചകന്മാർ നടന്ന സ്ഥലമുണ്ട്, ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളെ മുൻനിർത്തിയിട്ടുള്ള പ്രാർത്ഥനയില്ല. അല്ലാഹുമ്മ റബ്ബനാ എന്ന പ്രാർത്ഥനകൾ മാത്രമാ. അപ്പൊ ഹാജിയെ ബോധ്യപ്പെടുത്തുന്ന ഈ സന്ദേശം അറിയാതെ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിലോ പറഞ്ഞെടുക്കണം. നമ്മുടെ അടുത്ത ബന്ധുക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തണം. അവിടെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടിച്ചു കീറല്ല. നിങ്ങൾ ചെയ്തത് അദ്ദേഹത്തെ ആക്ഷേപിക്കല്ല, മറിച്ച് സൗമ്യമായി പറയണം, നല്ല വിവേകത്തോടു കൂടി പറയണം, ഗുണകാംക്ഷയോട് കൂടി പറയണം. ഇത് ഏറ്റവും പ്രധാനത. നമ്മൾ ഒരാളെ തിരുത്തുന്നത് ഗുണകാംക്ഷയായിട്ടും. നോക്കി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പ്രബോധനം നോക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ സംഭവം വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അദ്ദേഹം സത്യസന്ധനായ ഒരു നബിയാണ്. ഇത് ഖാല ലി അബീഹി, വാപ്പയോട് അദ്ദേഹം പറയാണ്, യാ അബതി. എത്ര ഗുണകാംക്ഷ! നമ്മളെ വീട്ടില് നമ്മളെ വാപ്പ ഒരു ശിർക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഒരു മകൻ എന്ന നിലക്ക് നമുക്ക് ഭയങ്കര വിഷമമുണ്ടാവും. അപ്പൊ സ്വാഭാവികമാണ് മക്കൾ എന്ന നിലക്ക് നമ്മൾ ഇപ്പച്ചി
നിങ്ങളത് ചെയ്യല് എന്ന് നമ്മൾക്ക് വളരെ അങ്ങേയറ്റത്തെ താല്പര്യമില്ല. കാരണം നമ്മളെ കുടുംബസമേതം സ്വർഗത്തിൽ നമ്മൾ കാണാണ്. പക്ഷെ അവിടെ നിന്നാണ് തെറ്റിപ്പോകുന്നതെങ്കിൽ ആ തെറ്റിപ്പോകുന്ന മനുഷ്യരെ ഗുണകാംക്ഷയോടുകൂടി അങ്ങേയറ്റത്തെ താല്പര്യത്തോടു കൂടി നമ്മളെ വിളിച്ചു തരണം. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, യാ അബതി, എന്റെ പൊന്നാരപ്പിച്ചി, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു, കാണാത്ത കേൾക്കാത്ത ഇത് നിങ്ങൾ എന്തിനാ ആരാധിക്കുന്നത്? വലാ യുഗ്നി അൻക ശൈഅ, നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ എന്തിനാണ് ഇപ്പച്ചി ആരാധിക്കുന്നത്? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതീക ഫത്തബഅനി അഹ്ദിക സിറാതൻ സവിയ. യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി, ഇപ്പച്ചി എനിക്ക് ഒരു ഇൽമ് വന്നിട്ടുണ്ട്, ഒരറിവ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടാത്ത ഒരറിവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ നിങ്ങൾ പിൻപറ്റി ഞാൻ നിങ്ങളെ ഏറ്റവും നല്ല സിറാത്ത് സവിയ, ഏറ്റവും നല്ല വഴിയിൽ നിങ്ങളെ ഞാൻ എന്ത് ചെയ്യാണ് കൊണ്ട് നടക്കുകയാണ്, കൊണ്ടുപോകും എന്ന് പാപ്പയോട് പറയണം. നിർത്തിയില്ല. നിങ്ങളിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയത് ഇപ്പച്ചി പിശാചാണ്. പിശാച് നിങ്ങളെ ദുർബോധനം നടത്തി നിങ്ങളെ ഈ ശിർക്കിന്റെ വഴിയിലേക്ക് കൊണ്ടുപോയതാണ്. അതുകൊണ്ട് നിങ്ങൾ പിശാചിനെ ആരാധിക്കല്ലേ. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ, ഈ പിശാച് എന്ന് പറയുന്നത് പടച്ചതമ്പുരാനുമായി ധിക്കാരം പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് ആ പിശാചിന്റെ വഴിയിൽ ഉണ്ടാകല്ലേ. യാ അബതി ഇന്നി അഖാഫു അൻ യംസക അദാബും മിനർ റഹ്മാനി ഫതകൂനു ലിശൈത്താനി വലിയ. മൂന്നാമത് നോക്കി, എത്ര ഗുണകാംക്ഷയോട് കൂടിയ ഒന്ന് വാപ്പനെ വിളിച്ച് യാ അബതി, ഇപ്പച്ചി ഇപ്പച്ചി എന്ന് പറഞ്ഞ് ചെയ്യേണ്ടി എന്ന് പറഞ്ഞിട്ട് രണ്ട് ആ ഉപ്പ ചെയ്ത പ്രവൃത്തി പിശാചിന്റെ പ്രേരണയിൽ പിശാചിന്റെ കാലടിപ്പാടുകൾ പിൻപറ്റിയുള്ള പോക്കാണ്. അതുകൊണ്ട് പോകല്ലെന്ന് പറഞ്ഞ് ഇനി പോയി കഴിഞ്ഞാൽ ഉപ്പ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് യാ അബതി, എന്റെ പൊന്നാര ഉപ്പ, ഇന്നി അഖാഫുല്ലാഹ്, അഖാഫു ഞാൻ ഭയപ്പെടുന്നത് അയ്യമസ്സക അദാബും മിനർ റഹ്മാൻ, പടച്ചതമ്പുരാന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷയാണ്. ഈ ഒരു ഗുണകാംക്ഷ നമുക്ക് കൊണ്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ ഈ മൂന്ന് സംഗതി നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇന്നും ഇതേപോലെ ആളുകളോട് പറയേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അതുപോലെ ഓരോ പുതിയ കാര്യങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അപ്പൊ അത്തരം ആളുകളോട് അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ വസ്തുക്കൾ, മക്ബറകൾ അല്ല മരിച്ചു കിടക്കുന്ന ആളുകൾ, അവർ ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള ഒരു അടിമകൾ മാത്രമാ. ഫദഊഹും, നിങ്ങൾ അവരെ ഒന്ന് വിളിച്ചു നോക്കൂ. ഫൽയസ്തജീബൂ ലക്കും ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ അവർ നിങ്ങൾ ഉത്തരം നൽകട്ടെ. ഒരാളും ഉത്തരം നൽകൂല. അലഹും അർജുനും, ഇനി അവർക്ക് കാലുകളുണ്ടോ? ഈ കിടക്കുന്ന മക്ബറയിൽ കിടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈ മരങ്ങൾ, ഇതൊക്കെ ഇതിനോടൊന്നും നിങ്ങൾ ചോദിച്ചു നോക്കൂ. അവർക്ക് കാലുകൾ ഉണ്ടെങ്കിൽ അവർ നടന്നു വരട്ടെ, കൈകൾ ഉണ്ടെങ്കിൽ ഒന്ന് പിടിക്കട്ടെ, അവർ കണ്ണുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആളുകളെ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഒന്നിനും ചെയ്യാൻ കഴിയാത്ത ഇവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ നിരർത്ഥകതയെ പ്രവാചകന്മാരിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും അതിന് പിന്നാലെ പോകുന്ന ആളുകളുണ്ട്. ആ ആളുകൾ പറയുന്ന മറുപടിയും അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആ സമൂഹത്തിലുള്ള ആളുകൾ പറഞ്ഞ അതേ മറുപടിയാണ്. കൊണ്ട് നിർത്താനായില്ല. എന്താ അവര് പറഞ്ഞു? അല്ലാഹ് ഇറക്കിയ ഇത് നിങ്ങൾ പിൻപറ്റണം എന്ന് പ്രവാചകന്മാർ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ പിൻപറ്റുന്നത് ഞങ്ങളുടെ ബാപ്പാര് ചെയ്തതാണ്. ഇനി പിശാച് അവരെ ഏറ്റവും മോശപ്പെട്ടതിലേക്കാണ് ക്ഷണിച്ചതെങ്കിൽ ഞങ്ങൾ വാപ്പാര് ചെയ്തുകൊണ്ട് ഞങ്ങൾ അതേ ചെയ്യൂ എന്ന് പറയുന്ന ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മർക്കടമുഷ്ടി കാണിക്കുന്ന, അങ്ങനെ പ്രതികരിക്കുന്ന ആളുകളോട് വളരെ സൗമ്യമായി, വളരെ വിവേകത്തോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇതിന്റെ ഗൗരവം നമ്മൾ ബോധ്യപ്പെടുത്തണം. കാരണം പ്രബോധനം നിർത്തിക്കഴിഞ്ഞാൽ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നാശം ഉണ്ടാകാം.
അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും പ്രബോധനം നടക്കണം. പ്രബോധനം നടക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ശിക്ഷകളെ കൊണ്ട് പരീക്ഷിക്കുകയില്ല. അതുകൊണ്ട് ഓരോരുത്തരുടെയും ബാധ്യതയാണ് അള്ളാഹുവിന്റെ ഈ സന്ദേശം ഏകനായ പടച്ചതമ്പുരാൻ ആ റബ്ബ് നമ്മുടെ വിളി ഏതും കേൾക്കും. ഈ പോകുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പോണെന്തിനാ? എന്റെ പ്രശ്നം പരിഹരിക്കും. ഞാൻ പോണെന്തേക്കും എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടേണ്ടുണ്ടാവും. അത് തരാനും ആ പ്രശ്നത്തെ പരിഹരിക്കാനും കഴിയില്ല ഇവർക്ക് എന്ന് റബ്ബ് പറഞ്ഞാൽ, എന്നാൽ ഒക്കെ കഴിയുന്ന റബ്ബ് ഇവിടെ ഉണ്ട്, നിങ്ങളടുത്തുണ്ട്, വന്നോളി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങള് പിന്നെ ആ റബ്ബിന്റെ അടുത്തേക്ക് പോണല്ലേ നല്ലത്. എത്ര സിമ്പിളായിട്ടാ പടച്ചോൻ പറഞ്ഞത്. നമ്മളെല്ലാം കാണുന്ന, നമ്മളെല്ലാം അറിയുന്ന, ഒരു ശുപാർശകനും വേണ്ടാത്ത, ഒരു ഇടത്തട്ട് കേന്ദ്രവും ആവശ്യമില്ലാത്ത, നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്ത് നിൽക്കുന്ന, നമ്മളെപ്പറ്റി അറിയുന്ന റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പണം ചെലവഴിച്ച് നമ്മുടെ അഭിമാനവും നമ്മുടെ എല്ലാം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇടത്തട്ട് കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്? അത് വേണ്ടാന്ന് വെച്ചുകൊണ്ട് നമുക്ക് വേണ്ടത് പടച്ചതമ്പുരാനോട് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസികും സാനിയം ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്യുന്ന സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചു. നമ്മുടെ പ്രാർത്ഥന ഒന്നുകൂടി ശക്തമാക്കണം. കാരണം ഹജ്ജിന്റെ യാത്ര ഒരുപക്ഷെ തടയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ, നമുക്കറിയാം എയർപോർട്ടുകളാണ് ആദ്യം അടക്കുക. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഹാജിമാർക്ക് അതിന് പോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യുദ്ധം കൊണ്ട് നമുക്കറിയാം ആർക്കും ഒരു ലാഭവും കിട്ടുകയില്ല, ഏറ്റവും കൂടുതൽ നഷ്ടം. അതുകൊണ്ട് നഷ്ടം മാത്രമേ സംഭവിക്കൂ. അതുകൊണ്ട് ആ യുദ്ധമില്ലാത്ത ഒരു സമാധാനപരമായ അവസ്ഥയിലേക്ക് വരാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അത്തരം ഒരു വിവേകത്തോടു കൂടിയുള്ള ബുദ്ധി നൽകാൻ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ ആ നിലക്ക് ഒരു ബുദ്ധി നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നമ്മള് അതുപോലെ തന്നെ ലോകത്ത് ഉടനീളം നമുക്കറിയാം, ലോകത്ത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ, ഫലസ്തീനികൾ, അവർക്കൊക്കെ ഉണ്ടാവില്ല ഹജ്ജ് ചെയ്യാനുള്ള ഒരു പൂതി. പക്ഷെ സ്വന്തം നാട്ടിൽ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവരുള്ളത്. അവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. ലോകത്ത് സമാധാനം ഉണ്ടാകുമ്പോഴാണ്, ലോകത്ത് സമാധാനം ഉണ്ടാകാൻ വേണ്ടി ലോക നേതാക്കളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. അല്ലാഹുവേ, സമാധാനത്തോടു കൂടിയുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തി തരാൻ നീ ഞങ്ങൾക്കും അവർക്കും എല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ ഉളുഹിയ്യത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. പക്ഷെ ഇപ്പൊ ഈ അടുത്ത് ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉളുഹിയ്യത്ത് എന്ന സംഗതി ഇല്ല, അത് മാനവികമല്ല, മറിച്ച് ഒരു മൃഗത്തെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകൾ സംസാരിക്കുന്നു. അതിനവർ ആയത്ത് പറഞ്ഞത് അള്ളാഹുവിന് ഒരു മൃഗത്തിന്റെ മാംസമോ രക്തമോ ആവശ്യമില്ല. അപ്പൊ രക്തവും അതുപോലെ ഇറച്ചിയോ ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ബലിയിറക്കണേ? അപ്പൊ ആ ബലിയല്ല അവിടെ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അതിന്റെ ആ പണത്തെ, ആ പൈസക്ക് പകരം വേറൊരാൾക്ക് ഒരു സാധുവിന് നിങ്ങൾ ഇത് കൊടുത്താൽ മതി, ധർമ്മം ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. എന്നാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഏതൊരു ആയത്ത് വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് ആ ആയത്തിന്റെ മുകളിലും ആയത്തുണ്ടാവും, താഴെ ഉണ്ടാവും ആയത്ത്. അപ്പോഴേ അതിന്റെ കോണ്ടസ്റ്റ് മനസ്സിലാവും. ഈ ആയത്ത് സൂറത്തു ഹജ്ജിലെ 22-ാമത്തെ ആയത്താണ്. 22-ാമത്തെ ആയത്ത് ഇതിന്റെ സന്ദർഭം ഹജ്ജുമായി പറഞ്ഞ അതിന്റെ മനാസിക്കുകളൊക്കെ പറഞ്ഞ ആയത്തുകൾക്കിടയിലാ പറഞ്ഞത്. ആ ഓതിയ ആയത്ത് 37-ാമത്തെ ആയത്താണ്. അതിന്റെ മുകളിൽ 36-ാമത്തെ ആയത്തൊന്ന് ഓതിയാൽ നോക്കി. 36-ാമത്തെ ആയത്ത് എന്താ? വൽ ബദനു ജഅൽനാഹാ ലകും മിൻ ശആഇരില്ലാഹി ലകും ഫീഹാ ഖൈറുൻ
فاذكروا اسم الله عليها صوافا فإذا وجبت جنوبها فكلوا منها وأطعموا القانع والمعتر كذلك سخرناها لكم لعلكم تشكرون. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മുമ്പേണ്ട് അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ബലിമൃഗങ്ങളെ ബലിയൊട്ടകങ്ങളെ നാം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശആഇറുകളായി അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായി അള്ളാഹു നിശ്ചയിച്ച ജഅൽനാഹ നമ്മളാണ് അത് നിശ്ചയിച്ച് പടച്ചോൻ നിശ്ചയിച്ചാണ്. എന്നിട്ടോ ലക്കും ഫീഹാ ഖൈർ, ഈ ബലിമൃഗങ്ങളിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഖൈറുണ്ട്, നിങ്ങൾക്ക് അതിൽ ഗുണമുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ് ഫദ്കുറുസ്മല്ലാഹ അലൈഹാ സവാഫ്, നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ കൈകാലുകളെ ബന്ധിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ ബലിയറക്കണം. ഫഇദാ വജബത് ജുനൂബഹുമാ, അങ്ങനെ ബലിയറുത്തുകൊണ്ട് അത് വീണ് കഴിഞ്ഞാൽ അതിന്റെ പാർശ്വഭാഗങ്ങളിലേക്ക് വീണ് കഴിഞ്ഞാൽ അവയിൽ നിന്ന് ഫകുലൂ മിൻഹാ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. വഅത്ഇമു അൽഖാനിഅ വൽമുഅ്തറ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിൽ നിന്ന് യാചിക്കാതെ സംതൃപ്തിയോടുകൂടിയും അതുപോലെ ആവശ്യപ്പെട്ട് വരുന്നവനും കൊടുത്തുകൊണ്ട് ഫകുലൂ മിൻഹാ, നിങ്ങൾ തിന്നുക. വഅത്ഇമു, നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. ആരെ? അൽഖാനിഅ വൽമുഅ്തറ, ആവശ്യമായി വരുന്ന ആളുകളെയും സംതൃപ്തി അതുപോലെ പിന്നെ ആവശ്യപ്പെട്ടു വരുന്ന ആളുകൾക്കും നിങ്ങൾ ഭക്ഷണം കൊടുക്കുക എന്ന് പറയാണ്. വകദാലിക സഖർനാഹാ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ, ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് നിങ്ങൾ നന്ദിയുള്ള ആളുകളായി തീരാൻ. ഒരു മൃഗത്തെ ഇങ്ങനെയൊക്കെ കീഴ്പ്പെടുത്തി അള്ളാഹ് തന്നെന്തിനാ? ലഅല്ലക്കും, നിങ്ങളായേക്കാം തഷ്കുറൂൻ, നന്ദി കാണിക്കുന്നവരാകാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ബലിമൃഗങ്ങളെ നിങ്ങൾ അറുക്കുമ്പോ ഓർക്കണം, ഇനി നിയ്യത്ത് ശരിയാവണം എന്ന് പറഞ്ഞെടുത്താണ് അടുത്ത ആയത്ത് വരുന്നത്. ആ ബലിമൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്ന് അറുത്ത് ഞാൻ വലിയ ആളാന്ന് പറഞ്ഞ് അങ്ങനെ പറയാനല്ല, മറിച്ച് നിങ്ങളുടെ നിയ്യത്ത് ശരിയാവണം. അതിന്റെ ഇറച്ചിയും മാംസവും ഒന്നും അല്ല അള്ളാഹ്ക്ക് എത്തുക, അള്ളാഹുവിലേക്ക് എത്തുക നിങ്ങളുടെ തഖ്വയാണ്, സൂക്ഷ്മതയാണ് എന്ന് പറഞ്ഞ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്നോർത്തുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭാഗവാക്കാവുകയും അത് വളരെ ആവശ്യമായ പിന്നെ നല്ല ഒരു രൂപത്തിൽ നിർവഹിക്കുവാൻ നമ്മളൊക്കെ ശ്രമിക്കുകയും ചെയ്യണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിനെ ഉൾക്കൊള്ളുകയും ഇസ്ലാമിക പാഠങ്ങൾ മനസ്സിലാക്കുകയും അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എല്ലാം മാറ്റാൻ കഴിവുള്ളത് നാഥനാണ്, റബ്ബാണ്. ആ റബ്ബിനോടാണ് നമ്മൾ ചോദിക്കുന്നത്, റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഞങ്ങളുടെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ അതെല്ലാം നീ മാറ്റി ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരുപാട് രോഗികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അള്ളാഹുവേ, നീ മാറ്റാൻ വിചാരിച്ചാൽ പിന്നെ ആ രോഗം തന്നെ ഉണ്ടാവില്ല. റഹ്മാനായ നാഥ, റഹീമായ നാഥ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗികൾക്ക് അള്ളാഹുവേ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹുവേ എല്ലാ നിലക്കുമുള്ള ഐശ്വര്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് ബർസഹിയായ ലോകത്തെ ഏറ്റവും നല്ല സന്തോഷവും ആനന്ദവും മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാക്കി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ലോകത്തെ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹുവേ ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, വിവിധങ്ങളായ ആവശ്യങ്ങളുമായി വീട്ടിൽ നിന്നിറങ്ങിയ ആളുകളാണ് നിങ്ങൾ എല്ലാവരും. ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും മുറാദുകളും ഹാസിലാക്കി തരണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا
وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.